अस्सलामुअलैकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु व अशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु। अम्मा बादु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन। इय्याका नअबुदु व इय्याका नस्तईन। इहदिनस सिरातल मुस्तक़ीम सिरातल लज़ीना अनअमत अलैहिम गैरिल मग़्दूबि अलैहिम वलद्दाल्लीन। ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരു ജൽസയിൽ ഒരു സഹോദരൻ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഹസ്രത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജമാഅത്തും മറ്റു മുസ്ലിങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇത്രമാത്രമാണ്. അവർ മസീഹ് ഇബ്നു മറിയം ജീവനോട് ആകാശത്ത് പോയി എന്ന് വിശ്വസിക്കുന്നു. നാം വിശ്വസിക്കുന്നു അദ്ദേഹം മരിച്ചുപോയി എന്ന്. ഇതല്ലാതെ നമുക്കും അവർക്കും ഇടയിൽ തർക്കപരമായ മറ്റൊരു കാര്യവും ഇല്ല. ഈ കാര്യം കൊണ്ട് ഒരുപാട് കാര്യങ്ങളും അങ്ങയുടെ നിയോഗ ഉദ്ദേശവും വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് ആരോഗ്യ അവസ്ഥ മോശമായിരുന്നിട്ടും ഈ കാര്യം നോട്ടീസ് ചെയ്യുകയും ഇത്ര വ്യത്യാസം മാത്രമല്ല ഉള്ളത്, അവിടുന്ന് ഡിസംബർ 27, 1905 സ്വയം ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി ഒരു പ്രസംഗം നടത്തി. അതിൽ അവിടുന്ന് പറഞ്ഞു, എന്റെ നിയോഗ ഉദ്ദേശം കേവലം ഇത്ര ചെറിയ വ്യത്യാസത്തെ പ്രകടമാക്കുക എന്നതല്ല. ഇത്ര ചെറിയ കാര്യത്തിനായി, ചെറിയ പ്രവൃത്തിക്കായി അള്ളാഹുവിന് ഈ ജമാഅത്ത് രൂപീകരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഇതിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ വിവരിച്ചു. വഫാത്തെ മസീഹിലുള്ള വിശ്വാസം ശരിയാണ്, ഒരു വ്യത്യാസം തന്നെയാണ്. പിന്നീട് അവിടുന്ന് പറയുകയുണ്ടായി, മുസ്ലിങ്ങളുടെ കർമ്മപരമായ അവസ്ഥയും മോശമായി തീർന്നിരിക്കുന്നു. പിന്നീട് ഇതിനെക്കുറിച്ച് അവിടുന്ന് വിശദീകരിച്ചു പറയുകയുണ്ടായി. ഈ കർമ്മപരമായ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം വിവരിച്ച കാര്യങ്ങൾ അത് മുസ്ലിങ്ങളുടെ അധപ്പതനത്തിന് കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പരിഷ്കരണത്തിന് വേണ്ടിയാണ് അള്ളാഹു അങ്ങയെ നിയോഗിച്ചയച്ചത്. അതിൽ ഒന്ന് കളവിൽ നിന്ന് രക്ഷപ്പെടുക എന്നതും സത്യസന്ധതയുടെ സ്ഥാപനവുമാണ്. അവിടുന്ന് ജമാഅത്തിനെ ഉപദേശിച്ചു, ഇതുമായി ബന്ധപ്പെട്ട്, അതായത് നിങ്ങളുടെ സത്യസന്ധതയുടെ നിലവാരത്തെ ഉയർത്തുക, തങ്ങളിലും അന്യരിലും ഈ വ്യത്യാസത്തെ പ്രകടമാക്കുക. കേവലം വിശ്വസിക്കുക എന്നതും അങ്ങയുടെ നിയോഗം സത്യമാണ് എന്ന് വിശ്വസിക്കുക എന്നതും ഒരു പ്രയോജനവും നൽകുന്നതല്ല. അങ്ങയുടെ വാക്കുകളിൽ തന്നെ ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നതായിരിക്കും. അഥവാ നമ്മളിൽ ഓരോരുത്തരും നീതിപൂർവം തങ്ങളുടെ ആത്മപരിശോധന നടത്തുകയാണെങ്കിൽ ഒരുപാട് പേർ അത്തരത്തിൽ ഉണ്ട്. അവർക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കും ഏതൊരു നിലവാരം സ്വായത്തമാക്കാനാണോ
ജമാഅത്ത് ശ്രദ്ധിക്കേണ്ടത് ഏതൊന്നിലേക്കാണോ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ജമാഅത്തിന്റെ ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നത് ആ നിലവാരം ആയിട്ടില്ല. അല്ലാഹു വിശുദ്ധ ഖുർആനിലും യഥാർത്ഥ വിശ്വാസികളുടെ അടയാളമായി ഇതാണ് പറഞ്ഞിരിക്കുന്നത്, ലാ യഷ്ഹദൂന അസ്സൂർ, അവർ കള്ളസാക്ഷ്യം പറയുന്നവരല്ല. അതുപോലെ ഷിർക്കിനെയും കളവിനെയും കുറിച്ച് പറഞ്ഞു, അതിൽ നിന്ന് രക്ഷപ്പെടുക. ഷിർക്കിനെയും കളവിനെയും ഒരുമിച്ച് കൊണ്ട് പറഞ്ഞു, അഥവാ കളവിന്റെ പാപവും ഷിർക്കിന്റെ പാപം പോലെയാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, അത് ഞാൻ പറഞ്ഞതുപോലെ സൂർ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഇതാണ്: കളവ്, തെറ്റായ വിവരണം, കള്ളസാക്ഷ്യം, അള്ളാഹുവിന് പങ്കുകാരെ നിശ്ചയിക്കുക. അത്തരം മജ്ലിസുകളിലും സ്ഥലങ്ങളിലും എവിടെയാണോ കളവ് പൊതുവായ നിലയിൽ പറയുന്നത്, അതുപോലെ തന്നെ പാട്ടുപാടുന്നതും നിരർത്ഥക കാര്യങ്ങളും ചെയ്യുന്ന സദസ്സുകൾ, ഇതെല്ലാം തന്നെ സൂർ എന്നതിന്റെ അർത്ഥത്തിൽ ഉൾപ്പെടുന്നതാണ്. വിശ്വാസികൾ അവരാണ്, അള്ളാഹുവിന്റെ ദാസന്മാർ അവരാണ്. ആരാണോ കളവ് പറയാത്തത്, ആരാണോ നിരർത്ഥക കാര്യങ്ങൾ ഉള്ള സ്ഥലങ്ങളിലും കളവ് പറയുന്നവരുടെ കൂടെയും ഇരിക്കാത്തത്, അവർ അള്ളാഹുവിന് പങ്കുകാരെ ചേർക്കുന്നവരല്ല. അത്തരം സ്ഥലങ്ങളിൽ അവർ പോവുകയും ചെയ്യാറില്ല, എവിടെയാണോ ശിർക്ക് പരമായ കാര്യങ്ങൾ നടക്കുന്നത്. അതുപോലെ അവർ ഒരിക്കലും കള്ളസാക്ഷ്യം നൽകുകയും ചെയ്യുകയില്ല. അഥവാ നമ്മളിൽ ഓരോരുത്തരും ഈ വിധത്തിൽ കളവിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ, അഥവാ യഥാർത്ഥ വിശ്വാസിയാക്കി തീർക്കുന്ന ഒരു പരിവർത്തനം തങ്ങളിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഏതായിരുന്നാലും ഇനി ഞാൻ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രസംഗത്തിന്റെ ആ ഭാഗം കേൾപ്പിക്കാം. അതിൽ അവിടുന്ന് കളവിനെ കുറിച്ച് പറഞ്ഞു. ഇത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഇന്ന് നമ്മളിലും കൂടുതൽ ആളുകൾ, അല്ലെങ്കിൽ ഒരു വലിയ തോതിൽ അത്തരക്കാരാണ്. അവർ ഇതിൽ ചിന്തിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. മുസ്ലിങ്ങളുടെ അപജയത്തിനും അവരുടെ ഭിന്നതക്കും കാരണം വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, മുസ്ലിങ്ങളിൽ ആന്തരിക ഭിന്നതക്കുള്ള കാരണം ഈ ദുനിയാവിനോടുള്ള സ്നേഹം തന്നെയാണ്. ദുനിയാവിനോടുള്ള സ്നേഹം എന്ന വിഷയത്തെക്കുറിച്ചാണ് മുമ്പ് വിവരിച്ചിരുന്നത്. ഇതിനെക്കുറിച്ച് പറഞ്ഞു, ഈ ദുനിയാവിനോടുള്ള സ്നേഹം തന്നെയാണ് മുസ്ലിങ്ങളിൽ ഭിന്നതയ്ക്ക് കാരണമായിട്ടുള്ളത്. കാരണം അല്ല എങ്കിൽ അള്ളാഹുവിന്റെ പ്രീതിക്ക് മുൻഗണന ഉണ്ടായിരുന്നുവെങ്കിൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ഇന്ന വിഭാഗത്തിന്റെ വിശ്വാസം കൂടുതൽ വ്യക്തമാണ്, അങ്ങനെ അവർ അതിനെ സ്വീകരിച്ച് ഒന്നാകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഭൗതികതയോടുള്ള സ്നേഹം കാരണം കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം ആളുകളെ എങ്ങനെയാണ് മുസൽമാൻ എന്ന് പറയാൻ സാധിക്കുക? ഇവരുടെ കാലുകൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപ്പാടുകൾക്ക് ഒപ്പമല്ല. പറഞ്ഞു, അള്ളാഹു പറഞ്ഞിരുന്നത് കുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് എന്നാണ്. അഥവാ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക, അള്ളാഹു നിങ്ങളെ സുഹൃത്താക്കി മാറ്റും. ഇപ്പോൾ ഈ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന് പകരം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിന് പകരം ഭൗതികതയോടുള്ള സ്നേഹത്തിനാണ് മുൻഗണന നൽകപ്പെട്ടിരിക്കുന്നത്. അവിടുന്ന് ചോദ്യം ഉന്നയിക്കുന്നു, ഇതാണോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നത്? ദീനിനെ ഉപേക്ഷിച്ച് ദുനിയാവിൽ മുങ്ങുക. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതികനായിരുന്നോ? അദ്ദേഹം പലിശ വാങ്ങാറുണ്ടായിരുന്നോ? ഫർളുകളും ദൈവിക കൽപ്പനകളും നിറവേറ്റുന്നതിൽ അശ്രദ്ധ കാണിക്കാറുണ്ടായിരുന്നോ? മആദല്ലാ, അങ്ങയിൽ കാപട്യം ഉണ്ടായിരുന്നോ? മുദാഹിന ഉണ്ടായിരുന്നോ? ദീനിനേക്കാൾ ദുനിയാവിന് പ്രാധാന്യം കൽപ്പിക്കാറുണ്ടായിരുന്നോ? ചിന്തിക്കൂ.
പിൻപറ്റുക എന്ന് പറയുന്നത് റസൂൽ തിരുമേനിയുടെ കാൽപ്പാടുകൾ അനുസരിച്ച് ചരിക്കുക എന്നതാണ്. അവിടുന്ന് ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകാറുണ്ടായിരുന്നു, ദുനിയാവിന് ദീനിനേക്കാളല്ല. എന്നിട്ട് നോക്കുക അള്ളാഹു ഏതെല്ലാം വിധത്തിലാണ് അനുഗ്രഹം ചൊരിയുന്നത്. പറയുന്നു അങ്ങയുടെ കാൽപ്പാടുകൾ പിന്തുടരുക. എന്നിട്ട് നോക്കുക അള്ളാഹു ഏതു വിധത്തിലാണ് അനുഗ്രഹിക്കുന്നത്. സഹാബാക്കൾ ആ മാർഗമാണ് അവലംബിച്ചത്. പിന്നീട് നോക്കുക അള്ളാഹു അവരെ എവിടെ നിന്ന് എവിടേക്കെത്തിച്ചു. അവർ ദുനിയാവിനെ ചവിട്ടിപ്പുറത്താക്കി, പൂർണമായും ദുനിയാവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് മുക്തരായി, തങ്ങളുടെ ആഗ്രഹങ്ങൾക്കുമേൽ ഒരു മരണം വരിച്ചു. ഇനി നിങ്ങൾ നിങ്ങളുടെ അവസ്ഥയെ ഇവരുടെ അവസ്ഥയുമായി താരതമ്യം ചെയ്തു നോക്കുക. അവരുടെ കാൽപ്പാടുകളിലാണോ നിങ്ങൾ? ഖേദകരം, ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല അള്ളാഹു അവരിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്. റഅസ കുല്ലി ഖത്തിയ, അവൻ ഒരുപാട് മക്കളെ നൽകി. പറയുന്നു ഒരാൾ കോടതിയിൽ പോകുമ്പോൾ 2 അണ വാങ്ങി കള്ളസാക്ഷ്യം പറയുന്നതിൽ അല്പം പോലും ലജ്ജ കാണിക്കുന്നില്ല. വക്കീൽമാർക്ക് ഹാജരാക്കപ്പെടുന്ന എല്ലാ സാക്ഷികളും സത്യസന്ധന്മാരാണ് എന്ന് സത്യം ചെയ്തു പറയാൻ സാധിക്കുമോ? ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി ഹസ്രത്ത് മിർസ സുൽത്താൻ അഹമ്മദ് സാഹിബിനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു സംഭവം വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം മജിസ്ട്രേറ്റ് ആയിരുന്നു. പറയുന്നു ഒരിക്കൽ എന്റെ അടുത്ത് ഒരാൾ വന്നു. അദ്ദേഹത്തെ എനിക്ക് അറിയാമായിരുന്നു. സാക്ഷികളെ ഹാജരാക്കേണ്ട ദിവസമായിരുന്നു. അദ്ദേഹം പറഞ്ഞു എനിക്ക് മറ്റൊരു ദിവസം നൽകിയാലും എന്റെ സാക്ഷി ഹാജരായിട്ടില്ല. അപ്പോൾ ഹസ്രത്ത് മിർസ സുൽത്താൻ അഹമ്മദ് സാഹിബ് അദ്ദേഹത്തോട് തമാശ രൂപേണ പറഞ്ഞു, ഞാൻ താങ്കളെ വലിയ ബുദ്ധിമാനായിട്ടാണ് മനസ്സിലാക്കിയത്, എന്നാൽ നിങ്ങൾ വലിയ വിഡ്ഢിയാണല്ലോ. താങ്കൾ എവിടെ നിന്നാണ് ഈ സാക്ഷിയെ കൊണ്ടുവരേണ്ടത്? പുറത്തുപോയി ആർക്കെങ്കിലും 7 or 8 അണ നൽകുകയാണെങ്കിൽ അയാൾ താങ്കളുടെ സാക്ഷിയായി കൂടെ വരുന്നതായിരിക്കും. ഏതായാലും അയാൾ പുറത്തുപോയി. കുറച്ചു സമയത്തിന് ശേഷം സാക്ഷികളായി 2-3 പേരെ കൊണ്ടുവന്നു. സാക്ഷികളെ ഹദ്രത്ത് മിർസ സുൽത്താൻ അഹമ്മദ് സാഹിബ് ചോദ്യം ചെയ്തപ്പോൾ അയാൾ മറുപടി പറയുന്നുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെയാണ് സംഭവിച്ചത്, അങ്ങനെയാണ് സംഭവിച്ചത്. ഹദ്രത്ത് മിർസ സുൽത്താൻ അഹമ്മദ് സാഹിബ് പറയുകയാണ്, ഞാൻ എന്റെ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു, അല്ല അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ചിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം പുറത്തുപോയി സാക്ഷികളെ കൊണ്ടുവന്നത്. ആ സാക്ഷികൾ എന്റെ മുന്നിൽ വെച്ച് കളവ് പറയുന്നു, അള്ളാഹുൽ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, വിശുദ്ധ ഖുർആൻ കയ്യിൽ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യുന്നു. ഞാൻ സാക്ഷ്യം നൽകിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ലജ്ജയില്ലേ? വിശുദ്ധ ഖുർആൻ കയ്യിൽ പിടിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ എതിരെ സാക്ഷ്യം പറയുകയാണോ? എന്റെ മുന്നിൽ വെച്ചാണ് നിങ്ങളെ കൊണ്ടുവന്നത്. ഇതാണ് സാക്ഷികളുടെ അവസ്ഥ. ഇന്നും ഇത് തന്നെയാണ് അവസ്ഥ. നമുക്കിത് ജമാഅത്തിനെതിരുള്ള കേസുകളിൽ അധികവും കാണാൻ സാധിക്കുന്നു. ഒരുപാട് ആളുകൾ അവർക്ക് ഒന്നും അറിയുകയില്ല, അവർ സാക്ഷികളായി ഹാജരാകുന്നു ആരുടെയെങ്കിലും കേസുകളിൽ. ഏതായിരുന്നാലും പറയുന്നു, ഇന്ന് ലോകത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഏതു വശത്തിലൂടെയും കോണുകളിലൂടെയും നോക്കുക, കള്ളസാക്ഷികൾ ഉണ്ടാക്കുന്നു. കള്ളക്കേസുകൾ ഉണ്ടാക്കുക എന്നത് ഒരു വലിയ കാര്യമേ അല്ല. കള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുന്നു. എല്ലാ പേപ്പറുകളും ഡോക്യുമെന്റുകളും വ്യാജമായി നിർമ്മിക്കുന്നു. ഏതെങ്കിലും ഗവൺമെന്റ് ഓഫീസർക്ക് പണം നൽകി വ്യാജമായത് നിർമ്മിച്ചു. എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ സത്യത്തിന്റെ ഭാഗം മറച്ചുവെച്ചുകൊണ്ട് സംസാരിക്കും. അതായത് സത്യത്തിൽ നിന്ന് വിദൂരപ്പെട്ട് തന്നെ ഇരിക്കും. ഇന്ന് ഈ അവസ്ഥ മുമ്പത്തേക്കാൾ കൂടിയിരിക്കുന്നു. ഇപ്പോൾ ഈ ജമാഅത്തിന്റെ ആവശ്യം മനസ്സിലാക്കാത്തവരോട് ആരെങ്കിലും ഈ ദീനായിരുന്നോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ജമാഅത്തിന്റെ ആവശ്യകതക്കായി അങ്ങ് തന്റെ സ്വഭാവത്തെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്നു, മസീഹ് ആകാശത്ത് നിന്ന് അല്ല എന്നും ഭൂമിയിൽ വെച്ച് മരിച്ചുപോയി എന്നും വരേണ്ട ആൾ വന്നു എന്നും പറയുന്നത് മതിയായതാണോ? അല്ല, മറിച്ച് ഉന്നത സ്വഭാവങ്ങൾ അത് സ്ഥാപിക്കേണ്ടതായി വരും. ഇതിനുവേണ്ടിയാണ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു നിയോഗിച്ചത്. അള്ളാഹു കളവിനെ മാലിന്യം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടുക. വജ്തനിബു റിജ്സ മിനൽ ഔസാനി വജ്തനിബു ഖൗല സൂർ.
ബിംബാരാധനയോടൊപ്പം ഈ കളവിനെ കൂട്ടിച്ചേർത്ത് പറഞ്ഞിരിക്കുന്നു. പറഞ്ഞു, ഏതുപോലെ ഒരു വിഡ്ഢിയായ മനുഷ്യൻ അല്ലാഹുവിനെ ഉപേക്ഷിച്ച് കല്ലിലേക്ക് കുനിയുന്നുവോ അതുപോലെ സത്യതയും സന്മാർഗവും ഉപേക്ഷിച്ച് സ്വാർത്ഥതയ്ക്ക് വേണ്ടി കളവിനെ ബിംബമാക്കുന്നു. അതുകൊണ്ടാണ് അല്ലാഹു ഇതിനെ ബിംബാരാധനയുമായി കൂട്ടിച്ചേർത്ത് പറഞ്ഞത്, ഇതുമായി ബന്ധിപ്പിച്ചത്. ഏതുപോലെ ഒരു ബിംബാരാധകൻ ബിംബങ്ങളിൽ നിന്ന് മോക്ഷം ആഗ്രഹിക്കുന്നു, അതുപോലെ കളവ് പറയുന്ന വ്യക്തി തന്റെ ഭാഗത്ത് നിന്ന് ബിംബങ്ങൾ ഉണ്ടാക്കുന്നു, എന്നിട്ട് ബിംബം മുഖേന മോക്ഷം ലഭിക്കും എന്ന് മനസ്സിലാക്കുന്നു. എത്ര മോശമായ അവസ്ഥയാണ് വന്നു ചേർന്നിരിക്കുന്നത്. അഥവാ എന്തുകൊണ്ടാണ് നിങ്ങൾ ബിംബാരാധകരായത് എന്ന് ചോദിച്ചാൽ, ഈ മാലിന്യത്തെ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ പറയുന്നു, എന്തിനുപേക്ഷിക്കണം? ഇതുകൂടാതെ ജീവിക്കാൻ സാധ്യമല്ല. ഇതിനേക്കാൾ എന്ത് നിർഭാഗ്യാവസ്ഥയാണുള്ളത്? കളവിനെ തങ്ങളുടെ അസ്തിത്വമായി മനസ്സിലാക്കിയിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൃഢവിശ്വാസം നൽകുന്നു, അവസാനം സത്യം തന്നെയാണ് വിജയിക്കുക. വിജയവും നന്മയും അതിനു മാത്രമാണ്. പിന്നീട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം തന്റെ ഒരു സംഭവം വിവരിക്കുന്നു. പറയുന്നു, 27-28 വർഷം കടന്നുപോയി, ഒരുപക്ഷെ അതിൽ കൂടുതൽ ഉണ്ടായേക്കാം. ഈ വിനീതൻ ഇസ്ലാമിനെ പിന്തുണച്ചുകൊണ്ട് ആര്യസമാജക്കാർക്കെതിരായി ഒരു ക്രിസ്ത്യാനിയുടെ പ്രസിൽ, അയാളുടെ പേര് റലിയാറാം എന്നായിരുന്നു, അയാൾ വക്കീലുമായിരുന്നു, അമൃതസറിലാണ് താമസിച്ചിരുന്നത്. അയാളുടെ ഒരു പത്രവും പുറത്തിറങ്ങിക്കൊണ്ടിരുന്നു. ഒരു ലേഖനം അച്ചടിക്കുന്നതിനായി ഒരു പാക്കറ്റിന്റെ രൂപത്തിൽ അതിന്റെ 2 വശവും തുറന്നതായിരുന്നു അയച്ചു. നമ്മളിൽ ഒരുപാട് പേർ ഈ സംഭവം കേട്ടിട്ടുണ്ട്, വിവരിക്കാറുമുണ്ട്. എന്നാൽ വിവരിക്കുക മാത്രമാണ് ചെയ്യാറുള്ളത്. പ്രവൃത്തി നമ്മളിലും ചിലർ ചെയ്യാറില്ല. പറയുന്നു, ആ പാക്കറ്റിൽ ഒരു കത്തും വെച്ചു. കത്തിൽ ഇസ്ലാമിനെ പിന്തുണച്ചും മറ്റു മതങ്ങളുടെ അർത്ഥമില്ലായ്മയെക്കുറിച്ചുമുള്ള വാക്കുകൾ ഉണ്ടായിരുന്നു. ലേഖനം അച്ചടിക്കാനുള്ള താക്കീതും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ക്രിസ്ത്യാനി മതപരമായ എതിർപ്പ് കാരണം പ്രകോപിതനായി. അങ്ങനെ അവിചാരിതമായി അയാൾക്ക് ശത്രുതാപരമായ ആക്രമണത്തിന് ഒരവസരം ലഭിച്ചു. ഏതെങ്കിലും മറ്റൊരു കത്ത് പാക്കറ്റിൽ വെക്കുന്നത് നിയമപരമായി കുറ്റമായിരുന്നു. അതിനെക്കുറിച്ച് ഈ വിനീതന് ഒരറിവും ഉണ്ടായിരുന്നില്ല. അത്തരം കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ പോസ്റ്റ് നിയമപ്രകാരം 500 രൂപയോ 6 മാസം തടവോ ആണ്. അങ്ങനെ അയാൾ വിവരം നൽകിക്കൊണ്ട് പോസ്റ്റ് ഓഫീസർമാരെ കൊണ്ട് ഈ വിനീതനെതിരിൽ കേസ് കൊടുപ്പിച്ചു. ഈ കേസിനെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും വിധത്തിലുള്ള അറിവ് ലഭിക്കുന്നതിന് മുമ്പ് സ്വപ്നത്തിലൂടെ അള്ളാഹു എനിക്ക് വെളിപ്പെടുത്തി തന്നു. റലിയാറാം വക്കീൽ ഒരു സർപ്പത്തെ എന്നെ കൊത്തുന്നതിനായി എന്നിലേക്ക് അയച്ചിരിക്കുന്നു. ഞാൻ അതിനെ മത്സ്യത്തെ പോലെ കൈകാര്യം ചെയ്ത് തിരിച്ചയച്ചു. എനിക്കറിയാം ഇത് ഈ കാര്യത്തിലേക്കുള്ള സൂചനയായിരുന്നു. അവസാനം ആ കേസ് കോടതിയിൽ ഏതു രീതിയിലാണോ വിധിക്കപ്പെട്ടത് അത് വക്കീൽമാർക്ക് ഉപയോഗപ്രദമായ ഒരു ഉദാഹരണമാണ്. ഏതായാലും ഞാൻ ഈ കേസിൽ ഗുരുദാസ്പൂർ ജില്ലയുടെ കേന്ദ്രത്തിൽ വിളിപ്പിക്കപ്പെട്ടു. ഏതെല്ലാം വക്കീൽമാരോടാണോ കേസിനെ കുറിച്ച് അഭിപ്രായം ആരാഞ്ഞത്, അവർ അഭിപ്രായം പറഞ്ഞത് കളവ് പറയാതെ മറ്റൊരു മാർഗവും ഇല്ല. അവർ ഇപ്രകാരം ഉപദേശം നൽകി, ഞങ്ങൾ പാക്കറ്റിൽ കത്തുവെച്ചിട്ടില്ല, റലിയാറാം സ്വയം വെച്ചതായിരിക്കും എന്ന് പറയുക. എന്നിട്ട് സമാധാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, അങ്ങനെ പറയുന്നതിലൂടെ സാക്ഷികളുടെ അടിസ്ഥാനത്തിൽ വിധിയാകും ഉണ്ടാവുക. 2-4 കള്ളസാക്ഷികളെ കൊണ്ടുവന്ന് കേസിൽ നിന്ന് രക്ഷപ്പെടാം. അതായത് ഇവർ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന് അഭിപ്രായം നൽകുകയാണ്, കള്ളസാക്ഷികളെ കൊണ്ടുവരിക. അവർ പറഞ്ഞു, അല്ല എങ്കിൽ കേസിന്റെ അവസ്ഥ വളരെ പ്രയാസകരമാണ്, രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല. എന്നാൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുന്നു, ഞാൻ അവർ എല്ലാവർക്കും മറുപടി നൽകി, ഞാൻ ഒരു കാരണവശാലും സത്യത്തെ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണോ സംഭവിക്കേണ്ടത് അത് സംഭവിക്കും. ആ ദിവസമോ അതോ അടുത്ത ദിവസമോ എന്നെ ഒരു ഇംഗ്ലീഷുകാരന്റെ കോടതിയിൽ ഹാജരാക്കി. എനിക്കെതിരിൽ പോസ്റ്റൽ വിഭാഗത്തിന്റെ ഓഫീസർ ഗവൺമെന്റിന്റെ വാദി എന്ന നിലയ്ക്ക് ഹാജരായി. ആ സമയത്ത് കോടതി എന്റെ വാക്കുകൾ രേഖപ്പെടുത്തി. ആദ്യമായി എന്നോട് ഈ ചോദ്യം തന്നെ ചോദിച്ചു, താങ്കളാണോ ഈ കത്ത് താങ്കളുടെ പാക്കറ്റിൽ വെച്ചത്? ഈ കത്തും ഈ പാക്കറ്റും താങ്കളുടേതാണോ? അപ്പോൾ ഞാൻ താമസം വിനാ മറുപടി നൽകി, അത് എന്റെ കത്തും എന്റെ പാക്കറ്റും തന്നെയാണ്. ഞാനാണ് ഈ കത്ത് ഈ പാക്കറ്റിൽ ഇട്ട് അയച്ചത്. എന്നാൽ ഞാൻ ഗവൺമെന്റിന് നഷ്ടം ഉണ്ടാക്കുക എന്ന തെറ്റായ ഉദ്ദേശത്തോടു കൂടി അല്ല ഈ പ്രവൃത്തി ചെയ്തത്. ഗവൺമെന്റിന് നഷ്ടം ഉണ്ടാക്കാനോ അതിന്റെ പണം
പിടുങ്ങുന്നതിനു വേണ്ടിയോ അല്ല ആ പ്രവൃത്തി ചെയ്തത്. മറിച്ച് ഞാൻ ഈ കത്തിനെ ഈ ലേഖനത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നായി ഗണിച്ചില്ല എന്നു മാത്രമല്ല, ഇതിൽ വ്യക്തിപരമായ ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. ഇത് കേട്ട ഉടനെ അള്ളാഹു ആ ഇംഗ്ലീഷുകാരന്റെ ഹൃദയത്തെ എന്നിലേക്ക് തിരിച്ചു. എനിക്കെതിരിൽ പോസ്റ്റൽ വിഭാഗത്തിന്റെ ഓഫീസർ ഒരുപാട് ഒച്ചവെച്ചു. നീണ്ട നീണ്ട പ്രസംഗങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിൽ ചെയ്തു. അതെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എന്നാൽ ഇത്രയും എനിക്ക് മനസ്സിലായിരുന്നു, ഓരോ പ്രസംഗത്തിനു ശേഷവും ആ ജഡ്ജി ഇംഗ്ലീഷ് ഭാഷയിൽ നോ നോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും റദ്ദു ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം വാദിയായ ഓഫീസർ തന്റെ എല്ലാ വാദവും ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ, തന്റെ മുഴുവൻ ചൂടും പുറത്തെടുത്തപ്പോൾ ജഡ്ജി വിധി എഴുതാനായി തിരിഞ്ഞു. അദ്ദേഹം ഒരു വരിയോ 1.5 വരിയോ എഴുതി എന്നോട് പറഞ്ഞു, ശരി, താങ്കൾക്ക് യാത്ര പറയാം. ഇത് കേട്ട് ഞാൻ കോടതി റൂമിൽ നിന്ന് പുറത്തു വന്നു. തന്റെ യഥാർത്ഥ ഔദാര്യവാന് നന്ദി രേഖപ്പെടുത്തി. ആരാണോ ഒരു ഇംഗ്ലീഷ് ഓഫീസർക്കെതിരിൽ എനിക്ക് വിജയം നൽകിയത്, എനിക്ക് നല്ലവണ്ണം അറിയാം. ആ സമയത്ത് സത്യത്തിന്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹു എനിക്ക് ഈ പ്രയാസത്തിൽ നിന്ന് മോക്ഷം നൽകി. എന്നാൽ ഇതിനു മുമ്പ് ഈ സ്വപ്നവും ഞാൻ കണ്ടിരുന്നു. ഒരാൾ എന്റെ തൊപ്പി അഴിച്ചെടുക്കുന്നതിന് വേണ്ടി കൈയുയർത്തി. ഞാൻ ചോദിച്ചു, എന്താണ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ അയാൾ എന്റെ തൊപ്പി തലയിൽ തന്നെ വെക്കാൻ അനുവദിച്ചു. നല്ലത് നല്ലത് എന്ന് പറഞ്ഞു. ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ എങ്ങനെ പറയും കളവ് പറയാതെ രക്ഷയില്ല എന്ന്? കാരണം അത്തരം കാര്യങ്ങൾ വെറും നിരർത്ഥകങ്ങളാണ്. സത്യം ഇതാണ്, സത്യമില്ലാതെ കഴിഞ്ഞുകൂടാൻ സാധ്യമല്ല. ഞാൻ ഇതുവരെയും തന്റെ ഈ സംഭവത്തെ സ്മരിക്കുമ്പോൾ ഒരു അനുഭൂതി ലഭിക്കുന്നു. ഈ പോസ്റ്റ് ഓഫീസറുമായി ബന്ധപ്പെട്ട സംഭവം പറയുന്നു, ഞാൻ ഈ സംഭവം സ്മരിക്കുമ്പോൾ ഒരു അനുഭൂതി ഉണ്ടാകുന്നു. അള്ളാഹുവിന്റെ ഭാഗത്തെ പിടിച്ചു. അവൻ നമ്മെ പരിഗണിച്ചു. ഈ വിധത്തിൽ പരിഗണിക്കുകയുണ്ടായി. അത് ഒരു അടയാളമായി മാറി. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആരാണോ അള്ളാഹുവിൽ പൂർണ്ണമായ നിലയിൽ തവക്കൽ ചെയ്യുന്നത്, അള്ളാഹു അവർക്കായി മതിയായവനായിരിക്കും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നല്ലവണ്ണം ഓർത്തുകൊള്ളുക, കളവ് പോലെ ദുർലക്ഷണമായ മറ്റൊന്നും തന്നെയില്ല. പൊതുവിൽ ഭൗതികരായ ആളുകൾ പറയുന്നു, സത്യം പറയുന്നവർ അറസ്റ്റ് ചെയ്യപ്പെടും. എന്നാൽ എനിക്കിതെങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? എനിക്കെതിരിൽ 7 കേസുകൾ നടന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഏതെങ്കിലും ഒന്നിൽ പോലും എനിക്ക് കളവ് പറയേണ്ട ആവശ്യം വന്നില്ല. ആരെങ്കിലും പറഞ്ഞു തരിക, അള്ളാഹു ഏതെങ്കിലും ഒന്നിലെങ്കിലും എനിക്ക് പരാജയം നൽകിയോ? അള്ളാഹു സ്വയം സത്യത്തിന്റെ സഹായിയും പിന്താങ്ങുന്നവനുമാണ്. അവൻ സത്യവാന് ശിക്ഷ നൽകും എന്നത് സാധ്യമാണോ? ഇതെങ്ങനെ നടക്കാനാണ്? അങ്ങനെയെങ്കിൽ ലോകത്ത് ഒരാൾ പോലും സത്യം പറയാൻ ധൈര്യം കാണിക്കുകയില്ല. അള്ളാഹുവിൽ തന്നെയുള്ള വിശ്വാസം ഉയർന്നു പോകും. സത്യവാൻ ജീവനോട് മരണപ്പെടും എങ്കിൽ പിന്നീട് അവിടുന്ന് പറയുന്നു, യാഥാർത്ഥ്യം ഇതാണ്, സത്യം പറയുന്നതിലൂടെ ശിക്ഷ ലഭിക്കുന്നത് സത്യം പറഞ്ഞ കാരണത്താലല്ല. അഥവാ ആരെങ്കിലും ഏതെങ്കിലും കേസിൽ സത്യം പറയുകയും എന്തെങ്കിലും കാരണം കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടുകയാണെങ്കിൽ അയാൾ സത്യം പറഞ്ഞതുകൊണ്ടല്ല ശിക്ഷ ലഭിക്കുന്നത്. കളവ് പറഞ്ഞിരുന്നുവെങ്കിൽ ശിക്ഷ കിട്ടുമായിരുന്നില്ല എന്നുമല്ല പറയുന്നു. മറിച്ച് ആ ശിക്ഷ അവരുടെ സൂക്ഷ്മവും അതിസൂക്ഷ്മവുമായ ചില തിന്മകൾ കാരണത്താലാണ്. ചില മറഞ്ഞിരിക്കുന്ന തിന്മകൾ ചെയ്യുന്നത് കാരണം ചിലപ്പോൾ അതിനുള്ള ശിക്ഷയായിരിക്കും അത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കളവ് കാരണമായിരിക്കും. അള്ളാഹുവിന്റെ പക്കൽ ഇവരുടെ തിന്മകളുടെയും കുഴപ്പങ്ങളുടെയും ഒരു കൂമ്പാരം തന്നെ ഉണ്ടായിരിക്കും. ഇവരുടെ ഒരുപാട് തിന്മകൾ ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒക്കെ ഒന്നിൽ അവർക്ക് ശിക്ഷ ലഭിക്കുന്നു. ഇതിനുശേഷം വിവരിച്ചുകൊണ്ട് പറയുന്നു, ഏതുപോലെ ലോകത്തും നാം കാണുന്നു, ഒരു ചെറിയ കാര്യം ആയിരിക്കും, അതിന് വലിയ ശിക്ഷ ലഭിക്കും. ഒരു സംഭവം വിവരിക്കുന്നു. എന്റെ ഒരു ഉസ്താദ് ഗുൽ അലി ഷാ ബട്ടാല നിവാസിയായിരുന്നു. അദ്ദേഹം ഷേർ സിംഗിന്റെ മകൻ പ്രതാപ് സിംഗിനെയും പഠിപ്പിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം പറയുകയുണ്ടായി, ഒരിക്കൽ ഷേർ സിംഗ് തന്റെ പാചകക്കാരനെ ഉപ്പും മുളകും കൂടിയതുകൊണ്ട് മാത്രം വളരെയധികം അടിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു സാധാരണ പ്രകൃതക്കാരനായിരുന്നു, അതായത് ഉസ്താദ് ഗുൽ അലി ഷാ സാഹിബ്. അദ്ദേഹം ഷേർ സിംഗിനോട് പറഞ്ഞു, താങ്കൾ വലിയ അക്രമമാണ് കാണിച്ചത്. ആ പാവം ഭക്ഷണത്തിൽ ഉപ്പല്ലേ കൂടുതലായിട്ടത്. അപ്പോൾ ഷേർ സിംഗ് പറഞ്ഞു, മൗലവിജി, താങ്കൾക്കറിയില്ല, ഇവൻ എന്റെ 100 ആടുകളെ തിന്നിട്ടുണ്ട്. ഇതുപോലെ മനുഷ്യന്റെ തിന്മകളുടെ ഒരു കൂമ്പാരം ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരവസരത്തിൽ അത് പിടിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. ഏതൊരാളാണോ സത്യം അവലംബിക്കുന്നത് അയാൾ ഒരിക്കലും നിന്ദനായി തീരുകയില്ല. കാരണം അയാൾ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കും. അള്ളാഹുവിന്റെ സംരക്ഷണം പോലെ സുരക്ഷിതമായ ഒരു കോട്ടയുമില്ല.
എന്നാൽ അപൂർണമായ കാര്യങ്ങൾ ഒരു പ്രയോജനവും ചെയ്യുകയില്ല. ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ, ദാഹം ഉണ്ടാകുമ്പോൾ ഒരു തുള്ളി വെള്ളം കുടിക്കുന്നത് മതിയായതാണോ? കഠിന വിശപ്പിന്റെ സമയത്ത് ഒരു ധാന്യമണി കൊണ്ടോ ഒരു ഉരുള കൊണ്ടോ വയറു നിറയുമോ? ഒരിക്കലും ഇല്ല. ഏതുവരെ വയറു നിറച്ച് വെള്ളം കുടിക്കുന്നില്ലയോ, ഭക്ഷണം കഴിക്കുന്നില്ലയോ, അതുവരെ സമാധാനം ലഭിക്കുകയില്ല. ഇതുപോലെ തന്നെ ഏതുവരെ കർമ്മങ്ങളിൽ പരിപൂർണതയില്ലയോ, അതുവരെ ഉണ്ടാവേണ്ട വിധത്തിലുള്ള ഫലങ്ങളും പഴങ്ങളും ഉണ്ടാകുന്നതല്ല. അപൂർണ കർമ്മങ്ങൾ അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുകയില്ല. അത് അനുഗ്രഹപൂർണവും ആയിരിക്കുകയില്ല. അള്ളാഹുവിന്റെ വാഗ്ദാനം ഇതാണ്: എന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഞാൻ അനുഗ്രഹം നൽകുന്നതായിരിക്കും. പിന്നീട് അവിടുന്ന് പറയുന്നു, ചുരുക്കത്തിൽ ഈ കാര്യം ഭൗതികർ സ്വയം ഉണ്ടാക്കുന്നു. അതായത് കളവും വഞ്ചനയും ചെയ്യാതെ കഴിഞ്ഞു പോകാൻ സാധ്യമല്ല. ചിലർ പറയുന്നു, ഇന്ന വ്യക്തി കേസിൽ സത്യം പറഞ്ഞു, അതുകൊണ്ടാണ് 4 വർഷം തടവിന് വിധിക്കപ്പെട്ടത്. ഞാൻ വീണ്ടും പറയുന്നു, ഇതെല്ലാം ഊഹങ്ങളടങ്ങിയ കാര്യങ്ങളാണ്. ഇത് ആത്മീയ ജ്ഞാനമില്ലായ്മയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പറഞ്ഞു, കസ്ബെ കമാൽ കുൻ കെ അസീസെ ജഹാ ഷബി, നീ പരിപൂർണത കൈവരിക്കുക, നീ ലോകത്തിൽ പ്രിയപ്പെട്ടവനായി തീരുന്നതിനു വേണ്ടി. ഈ കളവ് അറിയിപ്പിക്കുന്നത് തങ്ങളുടെ ബലഹീനതയാണ്. അഥവാ നന്മയിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, മനുഷ്യൻ അതിൽ മുന്നേറാൻ ശ്രമിക്കുകയാണ് എങ്കിൽ, അള്ളാഹുവിൽ തവക്കൽ ഉണ്ടെങ്കിൽ ശിക്ഷ ഈ വിധം ലഭിക്കുകയില്ല. പറഞ്ഞു, ഇത് ന്യൂനതയുടെ പരിണിത ഫലമാണ്. ഇത് നിങ്ങളുടെ ബലഹീനതയുടെ ന്യൂനതയാണ്. ഇതുകൊണ്ടാണ് ശിക്ഷ ലഭിക്കുന്നത്. പരിപൂർണത അത്തരം ഫലങ്ങൾക്ക് ജന്മം നൽകുകയില്ല. ഒരാൾ കട്ടിയുള്ള പുതപ്പിൽ എന്തെങ്കിലും സമ്മാനം പൊതിയുകയാണെങ്കിൽ അതുകൊണ്ട് അയാൾ ടൈലറാവുകയില്ല. അതായത് പുതപ്പിൽ ഒരു നൂല് തുന്നിയത് കൊണ്ട് അയാൾ വലിയ തയ്യൽക്കാരനാണ് എന്ന് പറയാൻ സാധ്യമല്ല. അയാൾക്ക് നല്ലവണ്ണം തയ്യൽ അറിയാം എന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഉന്നത നിലവാരത്തിലുള്ള പട്ടുവസ്ത്രം അയാൾ തുന്നുന്നതാണ് എന്ന് നിർബന്ധിക്കുവാൻ സാധ്യമല്ല. അഥവാ അയാൾക്ക് അത്തരം വസ്ത്രങ്ങൾ നൽകുകയാണെങ്കിൽ അതിന്റെ ഫലം അയാൾ അതിനെ നശിപ്പിക്കും എന്നതായിരിക്കും. പറയുന്നു, അതുകൊണ്ട് മാലിന്യം കൂടിച്ചേർന്ന നന്മ ഒരു പ്രയോജനവും ഇല്ലാത്തതാണ്. അള്ളാഹുവിന്റെ സമക്ഷത്തിൽ അതിനൊരു വിലയും ഇല്ല. എന്നാൽ ഇവർ അതിൽ അഭിമാനം കൊള്ളുന്നു, അത് മുഖേന മോക്ഷം ആഗ്രഹിക്കുന്നു. അഥവാ ആത്മാർത്ഥത ഉണ്ട് എങ്കിൽ അള്ളാഹു ഒരു കണിക പോലും നന്മയുടേത് പാഴാക്കിക്കളയുകയില്ല. അവൻ സ്വയം പറഞ്ഞിട്ടുണ്ട്, മയ്യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ, ആരാണോ ഒരു കണികയോളം അളവ് നന്മ ചെയ്യുന്നത് അയാൾ അതിന്റെ ഫലം കാണുന്നതായിരിക്കും, അതിന്റെ ഫലം നേടും. പറഞ്ഞു, അതുകൊണ്ട് കണികയോളം നന്മയാണെങ്കിലും അള്ളാഹുവിൽ നിന്ന് അതിന്റെ പ്രതിഫലം നേടും. പിന്നീട് എന്തുകൊണ്ടാണ് ഇത്രയധികം നന്മ ചെയ്തിട്ടും ഫലം ലഭിക്കാത്തത്? അതിനുള്ള കാരണം ഇതാണ്, അതിൽ ആത്മാർത്ഥത ഉണ്ടായിട്ടില്ല. കർമ്മത്തിന് ആത്മാർത്ഥത ഒരു നിബന്ധനയാണ്. ഏതുപോലെ പറയുന്നു, മുഖ്ലിസീന ലഹുദ്ദീൻ, ഈ ഇഖ്ലാസ് അബ്ദാലുകളിലാണ് ഉണ്ടാവുക. അള്ളാഹു പറയുന്നു, ദീനിനെ അള്ളാഹുവിനു വേണ്ടി പ്രത്യേകപ്പെടുത്തുക. ഈ കാര്യങ്ങളാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിച്ചിട്ടുള്ളത്. വളരെ വേദനയോടുകൂടിയാണ് വിവരിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞത്, ഹദ്റത്ത് ഈസാ അലൈഹി ഇസ്ലാം ആകാശത്ത് നിന്ന് വരികയോ വരാതിരിക്കുകയോ ചെയ്യുക എന്ന വിശ്വാസത്തെക്കാൾ കൂടുതലായി പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: തങ്ങളെ സ്വയം ഷിർക്കിൽ നിന്നും പരിപൂർണമായും ശുദ്ധീകരിക്കുക, തങ്ങളുടെ കർമ്മപരമായ അവസ്ഥയെ ഈ വിധമാക്കി തീർക്കുക, ഷിർക്കിന്റെ ഒരു സൂചന പോലും ഉണ്ടാകരുത്, സത്യത്തെ സ്ഥാപിക്കുക, കളവിനെ വെറുക്കുക. ഈ കാര്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഓരോ അഹമ്മദിയും ആത്മപരിശോധന നടത്തുക. ഉദാഹരണമായി ചില കാര്യങ്ങളുണ്ട്, ഏതാനും ചിലത് ഞാൻ പറയാം. കേസുകളിൽ നാം തെറ്റായ വിവരണം അവലംബിക്കാറുണ്ടോ എന്ന് പരിശോധിക്കുക. നാം കച്ചവടത്തിൽ ലാഭത്തിനു വേണ്ടി തെറ്റായ വിവരണം അവലംബിക്കുന്നുണ്ടോ? നാം വിവാഹബന്ധങ്ങൾ നിശ്ചയിക്കുമ്പോൾ തെറ്റായ വിവരണങ്ങൾ നൽകുന്നുണ്ടോ? എല്ലായ്പ്പോഴും ചൊവ്വായ കാര്യങ്ങളാണോ നാം പറയുന്നത്? ആൺകുട്ടിയെക്കുറിച്ചും പെൺകുട്ടിയെക്കുറിച്ചും എല്ലാ വിവരവും നൽകുന്നുണ്ടോ? ഭരണകൂടത്തിൽ നിന്ന് സോഷ്യൽ വെൽഫെയർ അലവൻസ് നേടുന്നതിനു വേണ്ടി കളവിനെ അവലംബിക്കുന്നുണ്ടോ? ഈ കാര്യത്തിൽ ഒരുപാട് പേർക്ക് നെഗറ്റീവായ ചിന്താഗതിയാണുള്ളത്. തങ്ങളുടെ വരുമാനം മറച്ചുവെച്ചുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് അലവൻസ് വാങ്ങുന്നു. ഇത് കാരണം ടാക്സും നൽകാറില്ല, ടാക്സ് മോഷ്ടിക്കുന്നു.
നാം ഓർക്കേണ്ടതാണ്, ഇപ്പോൾ ലോകത്തുള്ള പൊതുവായ സാമൂഹിക അവസ്ഥ പ്രകാരം झूठ का सहारा तो नहीं लेते। इस बारे में तो बहुत से लोगों के बारे में എല്ലാ ഭരണകൂടങ്ങളിലും വിഭവങ്ങൾ അപര്യാപ്തമായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അപര്യാപ്തമായിരിക്കുന്നു. ഇനി ആയിട്ടില്ല എങ്കിൽ ആയിത്തീരും. അതുകൊണ്ട് ഭരണകൂടങ്ങൾ അഗാധ തലങ്ങളിൽ ചെന്ന് യാഥാർത്ഥ്യം അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഭരണകൂടത്തിനു മുന്നിൽ ഏതെങ്കിലും തെറ്റായ കാര്യം വന്നാൽ അത് ആ വ്യക്തിക്ക് പ്രയാസം ഉണ്ടാക്കുന്നതോടൊപ്പം मुआशी हालात दुनिया के हैं। ഈ വ്യക്തി അഹമ്മദിയാണ് എന്നറിയുമ്പോൾ അത് അഹമ്മദിയത്തിന്റെ ദുഷ്പേരിനും കാരണമായി തീരും. അതുകൊണ്ട് ഈ വിധത്തിൽ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നവർ इसलिए अब हुकूमतें गहराई में जा അവർ ഭൗതിക നേട്ടത്തെ നോക്കാതിരിക്കുക, रही हैं और कर रही हैं। बस अगर അല്പം കൊണ്ട് കഴിഞ്ഞുകൂടി गलत मामला आ जाता है तो जहां वो കളവിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ പരിശ്രമിക്കുക. करेंगे ये बातें, वहां अहमियत की बदनाम അതുപോലെ അസൈലമിന്റെ പ്രശ്നങ്ങളുണ്ട്. അതിൽ തങ്ങളെ പരിശോധനാ വിധേയമാക്കുക. കളവിനെ അവലംബിക്കുന്നുണ്ടോ? തീർച്ചയായും വക്കീൽ ഇതിന് പ്രേരിപ്പിക്കും. ഇത് എല്ലാ കാലത്തും വക്കീൽമാരുടെ ഒരു രീതിയാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ അങ്ങയോടും പറഞ്ഞു, കളവ് പറയുക, കള്ളസാക്ഷിയെ ഹാജരാക്കുക എന്ന്. അതുപോലെ ഭാരവാഹികളും ആത്മപരിശോധന നടത്തുക. അവർ തങ്ങളുടെ റിപ്പോർട്ടുകളിൽ തെറ്റായ കാര്യം വിവരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം അവർ വിട്ടുകളയുന്നുണ്ടോ? ചില സമയത്ത് കളവ് പറയുന്നില്ല എങ്കിൽ പോലും, മുമ്പും ഞാൻ ഒരു തവണ ഖുതുബയിൽ പറഞ്ഞിട്ടുണ്ട്, പൂർണ്ണമായ നിലയിൽ ഋജുവായി കാര്യം പറയുന്നില്ല എങ്കിൽ അതും തെറ്റാണ്. തഖ്വയെ അവലംബിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. പ്രശ്നങ്ങൾ വളരെയധികം അഗാധ തലത്തിൽ ചെന്ന് നോക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഓരോരുത്തരും തങ്ങളുടെ പ്രയോജനങ്ങളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട്, തങ്ങളുടെ താൻ പോരിമയിൽ നിന്ന് പുറത്തു വന്ന് അള്ളാഹുവിന്റെ ഭയം മുന്നിൽ വെച്ചുകൊണ്ട് തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അങ്ങനെയാണ് തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. ഇതൊന്നും ഇല്ല എങ്കിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ഇതെല്ലാം ഭൗതിക സ്നേഹത്തിന്റെ പ്രകടനമാണ്. ഭൗതിക സ്നേഹം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ഭിന്നതയിലേക്കായിരിക്കും കൊണ്ടുചെന്നെത്തിക്കുക. ഭിന്നത കാരണം പിന്നീട് വ്യക്തമാണ്, ജമാഅത്തിന്റെ ഐക്യവും നിലനിൽക്കുകയില്ല. ഏറ്റവും ചുരുങ്ങിയത് ആ സമൂഹത്തിൽ, ആ പ്രദേശത്ത് ഫിത്ന ഉണ്ടാകുന്നു. ഏതൊരു ഐക്യമാണോ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാക്കാനായി വന്നത്, അത് അവസാനിക്കുന്നതാണ്. ഭൗതിക സ്നേഹം കൊണ്ടാണ് മറ്റു വിഭാഗങ്ങളും ഉണ്ടായത്. അതുപോലെ മറ്റൊരു വിഭാഗം ആയി മാറും. അഥവാ ഒരു തിന്മ കൊണ്ട് അനേകം തിന്മകൾ ജന്മം കൊള്ളുന്നു. ഹദ്റത്ത് മസീഹ് സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട്, തിന്മകൾ പിന്നീട് കുട്ടികളെ നൽകിക്കൊണ്ടേയിരിക്കും. അഹമ്മദികളായിക്കൊണ്ട് നമ്മളിൽ വലിയ ഉത്തരവാദിത്വമാണുള്ളത്. ഇതിനെ നാം നമ്മുടെ മുമ്പിൽ വെക്കേണ്ടതാണ്. യഥാർത്ഥ അഹമ്മദി അവരാണ്. അവർ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയനുസരിച്ച് ചരിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും അള്ളാഹുവിന്റേതായി തീരാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, ഞാൻ മുമ്പ് പറഞ്ഞ ഇതേ കാര്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നല്ലവണ്ണം ഓർത്തുകൊള്ളുക, ഏതൊരാളാണോ അള്ളാഹുവിന്റേതായി തീരുന്നത്, അള്ളാഹു അയാളുടേതായി മാറുന്നു. അള്ളാഹു ഒരാളുടെയും വഞ്ചനയിൽ അകപ്പെടുകയില്ല. അഥവാ ആരെങ്കിലും അള്ളാഹുവിനെ പ്രകടനാത്മകത കൊണ്ടും വഞ്ചന കൊണ്ടും പറ്റിക്കാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇത് വിഡ്ഢിത്തവും അറിവില്ലായ്മയുമാണ്. അയാൾ സ്വയം വഞ്ചിതനാവുകയാണ് ചെയ്യുന്നത്. ലോകത്തിലെ സൗന്ദര്യവും ദുനിയാവിനോടുള്ള സ്നേഹവുമാണ് എല്ലാ തിന്മകളുടെയും അടിവേരി. ഭൗതികതയുടെ ഭംഗിയും ദുനിയാവിനോടുള്ള സ്നേഹവുമാണ്. ഇതെല്ലാമാണ് തിന്മകളുടെ അടിവേരുകൾ. ഇതിൽ അന്ധനായി മനുഷ്യൻ മനുഷ്യത്വത്തിൽ നിന്ന് പുറത്തു പോകുന്നു. താൻ എന്താണ് ചെയ്യുന്നത്, എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും ചിന്തിക്കുകയില്ല. ഏതൊരവസ്ഥയിൽ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ മറ്റുള്ളവരുടെ വഞ്ചനയിൽ അകപ്പെടുകയില്ല എങ്കിൽ പിന്നെ അള്ളാഹു എങ്ങനെയാണ് ആരുടെയെങ്കിലും വഞ്ചനയിൽ അകപ്പെടുക? എന്നാൽ അത്തരം ദുഷ്കർമ്മങ്ങളുടെ അടിവേരുകൾ ദുനിയാവിനോടുള്ള സ്നേഹമാണ്. ഏറ്റവും വലിയ പാപം അത് ഇപ്പോൾ മുസ്ലിങ്ങളുടെ അവസ്ഥയെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നത്
ഏതൊന്നാണോ അവർ മുങ്ങിയിരിക്കുന്നത് അത് ഈ ദുനിയാവിനോടുള്ള സ്നേഹമാണ്. दुनिया की मोहब्बत जो है ये सब खताकारियों की जड़ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലായ്പ്പോഴും ജനങ്ങൾ ഈ ഒരൊറ്റ ദുഃഖത്തിലും പ്രയാസത്തിലും കുടുങ്ങിയിരിക്കുകയാണ്. ഖബറിൽ വെക്കപ്പെടുന്ന സമയത്തെക്കുറിച്ച് ഒരു ചിന്തയും ബോധവുമില്ല. അത്തരം ആളുകൾ के धोखे में आ सकता है. അള്ളാഹുവിനെ ഭയപ്പെടുകയും ദുനിയാവിന് വേണ്ടി അല്പം വേദനിക്കുകയും സമയത്തെക്കുറിച്ച് ഒരു ചിന്തയും ബോധവുമില്ല. അത്തരം ആളുകളിൽ അള്ളാഹുവിനെ ഭയക്കുകയും ദീനിന് വേണ്ടി അല്പം വേദനയും ദുഃഖവും ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപാട് പ്രയോജനം നേടാൻ സാധിക്കുമായിരുന്നു. പറയുന്നു സഅദി പറയുന്നു, ഇത് ഫാർസിയാണ് പറയുന്നത്, ദർവസീറെ याद और ख्याल भी नहीं അസ്ഖുദ ജസർ മറെ അഥവാ മന്ത്രി അള്ളാഹുവിനെ ഭയപ്പെട്ടിരുന്നുവെങ്കിൽ तो बहुत कुछ फायदा उठा लेते. फरमाया सादी कहते ഉദ്യോഗസ്ഥരായ ആളുകൾ തങ്ങളുടെ ജോലിയിൽ എത്രമാത്രം താല്പര്യവും ആവേശം കാണിക്കുന്നവരാണ്. എന്നാൽ നമസ്കാരത്തിന്റെ സമയം വരുമ്പോൾ കുറച്ചു തണുത്ത വെള്ളം കണ്ടാൽ തന്നെ അറച്ചു നിൽക്കും. ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അള്ളാഹുവിന്റെ മഹത്വം ഹൃദയങ്ങളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അഥവാ അള്ളാഹുവിന് അല്പമെങ്കിലും മഹത്വം ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ तो जरा ठंडा पानी देकर ही रह जाता. മരണത്തെക്കുറിച്ചുള്ള ചിന്തയും വിശ്വാസവും ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലാ അലസതയും അശ്രദ്ധയും ഇല്ലാതാകും. അതുകൊണ്ട് അള്ളാഹുവിന്റെ മഹത്വം ഹൃദയങ്ങളിൽ വെക്കേണ്ടതാണ്. അവനെ എല്ലായ്പ്പോഴും ഭയപ്പെടേണ്ടതാണ്. അവന്റെ പിടുത്തം ഭയാനകമായിരിക്കും. അവൻ കണ്ണടക്കുന്നു, വിട്ടുവീഴ്ച ചെയ്യുന്നു. എന്നാൽ ആരെയെങ്കിലും उसकी गिरफ्त खतरनाक പിടിച്ചാൽ അവൻ വളരെ കഠിനമായ രീതിയിലാണ് പിടിക്കുന്നത്. ഏതുവരെ എന്നാൽ ലാ യഖാഫു ഉഖ്ബാഹ, പിന്നീട് അവൻ ഈ കാര്യം പരിഗണിക്കുകയില്ല അവരുടെ പിൻതലമുറക്കാർക്ക് എന്ത് സംഭവിച്ചു. എന്നാൽ ഇതിനെതിരിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ, അവന്റെ മഹത്വത്തിന് ഹൃദയങ്ങളിൽ സ്ഥാനം നൽകുന്നവർക്ക് അള്ളാഹു അവർക്ക് ബഹുമാനം നൽകുകയും സ്വയം അവർക്ക് തണലാവുകയും ചെയ്യുന്നു. ഹദീസിൽ വരുന്നു, മൻ കാന ലില്ലാഹി കാനല്ലാഹു ലഹു, അതായത് ഏതൊരാളാണോ അള്ളാഹുവിന്റേതായി തീരുന്നത് അള്ളാഹു അയാളുടേതായി മാറുന്നു. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഏതൊരു കൂട്ടരാണോ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തത്, അള്ളാഹുവിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്, അവർ അധിക പേരും ആഗ്രഹിക്കുന്നത് കൈവെള്ളയിൽ കടുകുമണി ലഭിക്കുന്നത് പോലെ ലഭിക്കണം എന്നാണ്. അവർക്ക് അറിയുകയില്ല ദീനിന്റെ കാര്യത്തിൽ എത്രത്തോളം ക്ഷമയും സ്ഥൈര്യവും ആവശ്യമുണ്ട് എന്ന്. के कामों में किस कदर सब्र और हौसले की हाजत അത്ഭുതം ഈ കാര്യത്തിലാണ്. അവർ രാത്രിയും പകലും മരിക്കുന്നു, ये वो रात दिन मरते കുത്തിമറിയുന്നു. ദുനിയാവ് അതിന്റെ ജോലിക്കായി വർഷങ്ങൾ കാത്തിരിക്കുന്നു. കൃഷിക്കാരും വിത്ത് നട്ട് എത്ര കാലം കാത്തിരിക്കാറുണ്ട്. എന്നാൽ ദീനിന്റെ കാര്യം വരുമ്പോൾ ഒറ്റ ഊത്തുകൊണ്ട് വലിയാക്കി തീർക്കുക എന്ന് പറയുന്നു. ആദ്യ ദിവസം തന്നെ അർഷിലെത്താൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ മാർഗത്തിൽ ഏതെങ്കിലും പ്രയാസമോ അധ്വാനമോ ചെയ്യുകയില്ല. ഏതെങ്കിലും പരീക്ഷണത്തിന്റെ കീഴിൽ വരികയോ ചെയ്തിട്ടില്ല. പറയുന്നു, നല്ലവണ്ണം ഓർത്തുകൊള്ളുക, ഇത് അള്ളാഹുവിന്റെ നിയമമോ ഭരണഘടനയോ അല്ല. എവിടെയാണോ എല്ലാ പുരോഗതിയും ഘട്ടം ഘട്ടമായി നടക്കുന്നത്, അള്ളാഹു നാം മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം സന്തോഷിക്കുകയില്ല, അല്ലെങ്കിൽ വിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നു, അഹസിബന്നാസ അൻ യത്റകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. അവർ വിചാരിക്കുന്നത് അള്ളാഹു ഇത് പറയുന്നത് കൊണ്ട് മാത്രം തൃപ്തിപ്പെടും, അവരെ വിട്ടയക്കുകയും ചെയ്യുമോ? അവർ തങ്ങൾ വിശ്വാസികളാണ് എന്ന് പറയുന്നത് കൊണ്ട് അവരെ ഒരു വിധത്തിലും പരീക്ഷിക്കാതെ. ഈ കാര്യം അള്ളാഹുവിന്റെ സുന്നത്തിന് എതിരാണ്. अगर यही सुन्नत होती ഊതിക്കൊണ്ട് അള്ളാഹുവിന്റെ വലിയാക്കുക എന്നത്, അഥവാ ഇതാണ് സുന്നത്തെങ്കിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം फूंक मारकर वली बना देते. തന്നെ ചെയ്യുമായിരുന്നു. തന്റെ ജീവത്യാഗികളായ സഹാബാക്കളെ ഊതിക്കൊണ്ട് വലിയാക്കുമായിരുന്നു. അവരെ പരീക്ഷണങ്ങളിൽ ഇട്ടുകൊണ്ട് അവരുടെ കഴുത്തർപ്പിക്കുമായിരുന്നില്ല. അള്ളാഹു അവരെ കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നില്ല, മിൻഹും മൻ ഖദാ നഹ്ബഹു വമിൻഹും മൻ യൻതളിർ വമാ ബദ്ദലു തബ്ദീല. ഇവരിൽ തങ്ങളുടെ അധ്വാനത്തെ പൂർത്തിയാക്കിയവരുമുണ്ട്, ഇവരിൽ പ്രതീക്ഷിച്ചു നിൽക്കുന്നവരും ഉണ്ട്. അവിടുന്ന് പറയുന്നു, ദുനിയാവ് പ്രയാസങ്ങളില്ലാതെയും അധ്വാനമില്ലാതെയും കരസ്ഥമാക്കാൻ സാധ്യമല്ല എങ്കിൽ ദീനിനെ വെറുതെ ലഭിക്കുന്ന ഒന്നായി കരുതുന്ന മനുഷ്യൻ വിസ്മയിപ്പിക്കുന്ന വിഡ്ഢിയാണ്. ദീൻ എളുപ്പമാണ് എന്നത് സത്യമാണ്, എന്നാൽ എല്ലാ അനുഗ്രഹങ്ങളും പ്രയാസങ്ങളും ആവശ്യപ്പെടുന്നു. ഇസ്ലാമിലാകട്ടെ അത്തരത്തിലുള്ള പ്രയാസങ്ങളും വെച്ചിട്ടില്ല. ഹിന്ദുക്കളിൽ നോക്കുക, അവരുടെ യോഗ്യമാരും സന്യാസിമാർക്കും എന്തെല്ലാമാണ് ചെയ്യേണ്ടതായി വരുന്നത്. ചിലപ്പോൾ അവരുടെ നടുവൊടിയുന്നു, ചിലർ നഖം വളർത്തുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനികളുടെ സന്യാസിമാരും. कहीं उनकी कमरे मारी
ഇസ്ലാമിൽ ഈ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല. മറിച്ച് ഇസ്ലാം നൽകിയ അധ്യാപനം ഇതാണ്: ഖദ് അഫ്ലഹ മൻ സക്കാഹ, അതായത് ആ വ്യക്തി മോക്ഷം പ്രാപിച്ചിരിക്കുന്നു. ആരാണോ നഫ്സിനെ വിശുദ്ധീകരണം നടത്തിയത്, അതായത് ആരാണോ എല്ലാവിധത്തിലുള്ള ബിദ്അത്തുകളും തിന്മകളും കുഴപ്പങ്ങളും ശരീരാവേശങ്ങളും അള്ളാഹുവിനു വേണ്ടി ഉപേക്ഷിച്ചത്, എല്ലാവിധത്തിലുള്ള ശാരീരിക അനുഭൂതികളെയും ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രയാസത്തിന് മുൻഗണന നൽകി, അത്തരം വ്യക്തിയാണ് യഥാർത്ഥത്തിൽ മോക്ഷം പ്രാപിച്ചവൻ. ആരാണോ അള്ളാഹുവിന് പ്രാധാന്യം നൽകുന്നത്, ദുനിയാവിനും അതിന്റെ പ്രകടനാത്മകതയും ഉപേക്ഷിക്കുന്നത്. നാം നമ്മുടെ ഉള്ളിൽ കർമ്മപരമായ പരിവർത്തനം ഉണ്ടാക്കുന്നവരായി അള്ളാഹു മാറ്റട്ടെ. സത്യസന്ധതയുടെ നിലവാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നവരായി തീരട്ടെ. ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകുന്നവരായി തീരട്ടെ. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബൈഅത്തിൽ വന്ന് കേവലം തങ്ങളുടെ നാവുകൊണ്ട് മാത്രമല്ല, യഥാർത്ഥത്തിൽ അങ്ങയുടെ ആഗമനത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കുന്നവരായി തീരട്ടെ, അത് പൂർത്തിയാക്കുന്നവരായി തീരട്ടെ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അനുസരിച്ച് ചരിക്കാൻ പരിപൂർണമായും ശ്രമിക്കുന്നവരായി തീരട്ടെ. അള്ളാഹുവിന്റെ പ്രീതിക്ക് എല്ലാ കാര്യത്തെക്കാളും മുൻഗണന നൽകി അത് സ്വായത്തമാക്കാൻ ശ്രമിക്കുന്നവരായി തീരട്ടെ. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ ഒരു ജനാസ ഗായിബ് നമസ്കരിപ്പിക്കും. അത് ബഹുമാനപ്പെട്ട കാസിം തോറെ സാഹിബ് മുബല്ലിഗെ സിൽസില ഐവറി കോസ്റ്റിന്റേതാണ്. ഇദ്ദേഹം അവിടുത്തെ പ്രദേശവാസിയായിരുന്നു. ജനുവരി 25, 2016 ദൈവിക വിധി പ്രകാരം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം 1986 അഹമ്മദിയത്ത് സ്വീകരിച്ചത്. അഹമ്മദിയത്ത് സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം വ്യക്തിപരമായി ഒരു മദ്രസ നടത്തുന്നുണ്ടായിരുന്നു. അഹമ്മദിയത്ത് പ്രവേശിച്ചതിന് ശേഷം അദ്ദേഹം ആ മദ്രസ ജമാഅത്തിന് സമർപ്പിച്ചു. അതിനെ പിന്നീട് പ്രൈമറി സ്കൂളാക്കി മാറ്റി. 1990 ജാമിയ അഹമ്മദിയ ഐവറി കോസ്റ്റിൽ നിന്നും മിഷണറി കോഴ്സ്, മുറബി കോഴ്സാണത്, മുഅല്ലിം കോഴ്സാണ്, അത് പൂർത്തിയാക്കി. അതിനുശേഷം ഒരു നീണ്ട കാലം ഐവറി കോസ്റ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ തബ്ലീഗി പര്യടനങ്ങൾ നടത്തി. അനേകം നഗരങ്ങളിലും പ്രദേശങ്ങളിലും അഹമ്മദിയത്തിന്റെ ഗ്രാമങ്ങളിലും അഹമ്മദിയത്തിന്റെ ചെടി നട്ടു. അദ്ദേഹത്തിന് 10 വർഷം വരെ ബസം റീജിയണൽ മിഷണറിയായി പ്രവർത്തിക്കാൻ തൗഫീക്ക് ലഭിച്ചു. അദ്ദേഹം ഏകദേശം 1 വർഷം ഉറുദു ഭാഷ പഠിക്കാൻ ചെലവഴിച്ചു. അദ്ദേഹത്തിന്റെ മരണം വരെ ഝൂല ഭാഷയിൽ ഖുത്ബ ജുമായുടെ തർജമയുടെ ജോലി ചെയ്തു. മർഹൂം മൂസിയായിരുന്നു. അവിടുത്തെ മുബല്ലിഗ് സാഹിബ് എഴുതുന്നു, ബാസിദ് സാഹിബ് അദ്ദേഹവുമായി വിനീതൻ 1996 പരിചയപ്പെട്ടത്. കഴിഞ്ഞ 30 വർഷമായി ജമാഅത്തി സേവനത്തിനുള്ള അവസരം ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 86 മുതൽ ഇതുവരേക്കും ജമാഅത്തിനോടുള്ള ആത്മാർത്ഥത, ഖിലാഫത്തിനോട് സ്നേഹം, ഇമാമിന്റെ കലാമുകളോടുള്ള സ്നേഹം, കഠിനാധ്വാനം എന്നിവ ഇദ്ദേഹത്തിന്റെ പ്രത്യേക ഗുണങ്ങളായിരുന്നു. അദ്ദേഹം തന്റെ താല്പര്യങ്ങൾ കൊണ്ട് മാത്രം ഉറുദു എഴുതാനും വായിക്കാനും പഠിച്ചു. ഹദരത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലിഖിതങ്ങളിൽ നിന്ന് നേരിട്ട് പ്രയോജനമെടുക്കുന്നതിനു വേണ്ടി ഇതിനായി 2 തവണ കാദിയാനിലും പോയി ഉറുദു പഠിക്കുന്നതിനു വേണ്ടി തിരിച്ചു വന്ന് വളരെ താല്പര്യത്തോടുകൂടി ഗ്രന്ഥങ്ങൾ വായിക്കാറുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മുറബി സാഹിബ് പറയുകയാണ്, എന്നോട് എല്ലായ്പ്പോഴും ടെലിഫോണിൽ ബന്ധപ്പെടുമായിരുന്നു. വിവിധ പ്രയോഗങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടുള്ള വാക്കുകളെക്കുറിച്ചും ചോദിക്കുമായിരുന്നു. ഹദരത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിതകളും വളരെ താല്പര്യത്തോടും ഇഷ്കോടും കൂടി വായിക്കുമായിരുന്നു. അതിന്റെ തർജ്ജമ അറിയാനും ശ്രമിക്കുമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് നല്ല സ്വരം നൽകിയിരുന്നു. പറയുന്നു, ഒരിക്കൽ ഒരു യാത്രയിൽ അദ്ദേഹം വിനീതനോട് ഹദരത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫാർസി കവിത പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. പറയുന്നു, ഞാൻ അദ്ദേഹത്തിന് ജാനോദിലം ഫിദായെ ജമാലെ മുഹമ്മദ് അസ്ത് എന്ന കവിതയുടെ ഏകദേശം 5 വരികൾ ഈണത്തോടുകൂടി പഠിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ പര്യടനത്തിൽ പോയ ഗ്രാമത്തിലെത്തിയപ്പോൾ അവിടെ ജൽസയിൽ അദ്ദേഹം ഈ വരികൾ കേൾപ്പിച്ചു. പിന്നീട് ജൂല ഭാഷയിൽ അതിന്റെ തർജ്ജമയും ചെയ്തു. ഇസ്ലാം അഹമ്മദിയത്ത്, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം മഹദിയുടെ ആഗമനം എന്നതിനെക്കുറിച്ച് അറബി, ജൂല, ഫ്രഞ്ച് ഭാഷയിൽ അനേകം പദ്യങ്ങൾ അദ്ദേഹം സ്വയം കമ്പോസ് ചെയ്ത് രീതിയോടുകൂടി ചൊല്ലാറുണ്ടായിരുന്നു. അത് ജനങ്ങളിൽ വളരെയധികം സ്വീകരിക്കപ്പെടുകയുണ്ടായി. 2003 ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് റാബിന്റെ മരണത്തിനു ശേഷം നോർത്ത് റീജൻ കലാപക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു. രാജ്യവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച നിലയിലായിരുന്നു. അവിടെ ജമാഅത്തിലെ എതിരാളികൾ ഈ പ്രോപ്പഗണ്ട നടത്തി. ഇവരുടെ ഖലീഫയുടെ വഫാത്ത് നടന്നിരിക്കുന്നു, ഇപ്പോൾ അതുകൊണ്ട് ജമാഅത്ത് ഇല്ലാതായിരിക്കുന്നു. ഇത് കാരണം ഈ പ്രദേശത്തെ അഹമ്മദികളിൽ അസ്വസ്ഥത വ്യാപിച്ചു.
ഈ വാർത്ത മർക്കസിലെത്തിയപ്പോൾ കാസിം തോറെ സാഹിബിനെ ഈ വ്യാജ പ്രോപ്പഗണ്ടയെ തടയുന്നതിനായി നിയോഗിച്ചു. ആ ദിവസങ്ങളിൽ നോർത്ത് റീജിയനിലേക്കുള്ള യാത്ര വളരെയധികം ദുഷ്കരമായിരുന്നു. എന്നാൽ കാസിം സാഹിബ് ബസ്സിലും ട്രക്കിലും ട്രാക്ടറിലും മോട്ടോർ സൈക്കിളിലും കഴുതവണ്ടിയിലും കാൽനടയായും യാത്ര ചെയ്ത് കാട്ടിലൂടെ കടന്നു പോയിക്കൊണ്ട് ആ ജമാഅത്തുകളിൽ എത്തിച്ചേർന്നു. ആ പ്രദേശത്ത് തബ്ലീഗ് ചെയ്തു. പറഞ്ഞു, ഖിലാഫത്തിന്റെ വ്യവസ്ഥിതി അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നിലനിൽക്കുന്നുണ്ട്. അത് മുഖേന അഹമ്മദികളുടെ ശബ്ദമുയർന്നു. അങ്ങനെ ഈ പര്യടനത്തിന്റെ ഫലമായി ഒരുപാട് ജമാഅത്തുകളിൽ പുതിയ ജീവന്റെ ആത്മാവുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന് വ്യാജ പ്രോപ്പഗണ്ട ഇല്ലാതാക്കാൻ തൗഫീക്ക് ലഭിച്ചു. തബ്ലീഗിന് വേണ്ടി അദ്ദേഹം തുടർച്ചയായി ഓരോ മാസവും പര്യടനം നടത്താറുണ്ടായിരുന്നു. വളരെ അധ്വാനിക്കുന്ന ആളായിരുന്നു. അള്ളാഹു മർഹൂമിന്റെ ദർജകൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ തലമുറകൾക്കും ജമാഅത്തുമായി കൂറിന്റെ ബന്ധം പുലർത്താനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.